എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിലും ഞാൻ ലാലേട്ടൻ പാടി സംവിധാനം ചെയ്ത് അഭിനയിച്ച ബറോ സിനിമ പോയി കണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ സിനിമ കുട്ടികൾക്ക് പറ്റിയൊരു സിനിമയാണ്. ചെറിയ കുട്ടികൾക്ക് കാണാൻ ഈ സിനിമ ഓക്കെയാണ്. ഞാൻ കുട്ടികൾ എന്ന് ഉദ്ദേശിച്ചത് ചെറിയ കുട്ടികളെ മാത്രമല്ല, നമ്മളിലുള്ള കുട്ടിത്തം. അതായത് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ബാലരമ, ബാലമംഗളം, അതുപോലെ ഹോളിവുഡ് മോഡലിലുള്ള കഥകൾ, സിൻഡ്രല്ലയുടെ കഥകൾ, അങ്ങനെയുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വായിച്ചപ്പോൾ നമ്മൾ ആ ക്യാരക്ടറുകളിലെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സങ്കല്പങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുകയാണെങ്കിൽ, അതായത് നമ്മളും കുട്ടികളായിട്ട് മാറാൻ കഴിയുകയാണെങ്കിലാണ് ഈ സിനിമ നമുക്കും ഉൾക്കൊള്ളാനാവുക. കാരണം ഇതൊരു ഫാൻറ്റസി അഡ്വെഞ്ചർ മൂവിയാണ്. കഥപുസ്തകങ്ങളിൽ വരുന്ന പോലത്തെ ഒരു കഥയാണ് ലാലേട്ടൻ സിനിമയാക്കി എടുത്തിരിക്കുന്നത്. അതിനാദ്യം ലാലേട്ടന് ഒരു അഭിനന്ദനം പറയാനുണ്ട്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും വലിയൊരു നടൻ ചെയ്യണമെങ്കിൽ അത് എല്ലാവരും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ബറോസ് എന്നൊരു നിധി കാക്കുന്ന ഭൂതമായിട്ട് ഒരു വലിയ താരം അഭിനയിച്ച് തന്നെ താഴ്ത്തണമെങ്കിൽ, അതേപോലെ അത്തരം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ കുറച്ചൊരു ധൈര്യം വേണം. കാരണം അത് എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരുന്ന ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നോക്കാതെ ഈ സിനിമ ലാലേട്ടൻ അങ്ങോട്ട് ചിത്രീകരിച്ചതിൽ നമ്മൾ അഭിനന്ദിക്കണം. ഇനി ഇതിൽ സിൻഡ്രല്ല പോലത്തെ ഒരു ഇസബെല്ല എന്നൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ബറോസും ഇസബെല്ലയും, അതാണ് ഈ സിനിമ. നിധി കാക്കുന്ന ഭൂതവും ഒരു ഇസബെല്ല എന്ന കുട്ടിയും. അപ്പോൾ നമ്മൾ മനസ്സിൽ സിൻഡ്രല്ലയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ ആ കുട്ടിയെ മനസ്സിൽ സങ്കല്പിക്കുമല്ലോ. അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ ഈ സിനിമയ്ക്ക് വേണം. ഇസബെല്ല എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടറിന് പറ്റിയ രൂപവും ഭാവവുമുള്ള ഒരു കുട്ടിയെ ഇവർ തെരഞ്ഞ് കണ്ടുപിടിച്ച് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ആ ഇസബെല്ല ക്യാരക്ടർ ഈ സിനിമയിൽ വളരെ പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്ത കുട്ടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിധി കാക്കുന്ന ഭൂതമായിട്ട് നമ്മുടെ ലാലേട്ടൻ ബറോസ് എന്ന ക്യാരക്ടറിനെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുഡു എന്നൊരു ക്യാരക്ടർ ഉണ്ട്, ലാലേട്ടൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു ആനിമേഷൻ ക്യാരക്ടർ. അത് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അതിന് സൗണ്ട് കൊടുത്തതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ആ ക്യാരക്ടറിനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ 3D എഫക്റ്റ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ സ്ക്രീനിൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്ന് കണ്ട ഒരു അനുഭവം ഈ 3D എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കാണുമ്പോൾ അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഇതാ ഇങ്ങനെ കൊടുക്കുന്ന സീന്, അതുപോലെ വാൾ ഇങ്ങനെ കാണിക്കുന്ന സീന്, അതുപോലെ മിന്നാമിന്നികൾ പറക്കുന്ന, അതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ 3D അനുഭവം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്ക് ഒരു കഥപുസ്തകത്തിലെ കഥ എന്ന നിലയ്ക്ക് നമുക്ക് ഈ സിനിമ കാണാൻ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും കുറച്ചുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ആദ്യത്തെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ആ ഒരു ഡൈമെൻഷൻ ഉണ്ടല്ലോ, ആ സ്ക്രീൻ ഡൈമെൻഷൻ, അതായത് അതിൻ്റെ ഹൈറ്റ്, തിയേറ്ററിൻ്റെ ആ സ്ക്രീനിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റിനേക്കാളും കൂടുതൽ ഹൈറ്റുള്ള ഡൈമെൻഷനിലാണ് ഈ സിനിമ അവർ ഡിസ്പ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം നമുക്ക് താഴെയും മേലെയും, ഈ സിനിമയുടെ ആ സ്ക്രീൻ ഇവർ ചെയ്തിരിക്കുന്നത് ഹൈറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ വരുമ്പോൾ താഴെയും മേലെയും കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ അത്ര വ്യക്തമായി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പോർച്ചുഗീസ് മോഡലിലുള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ ക്യാരക്ടറുകളുണ്ട്. അപ്പോൾ അവർ പോർച്ചുഗീസ് ഭാഷ, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ സെൻറ്റൻസുകൾ ലൈനായിട്ട് താഴെയും മേലെയൊക്കെ വരുമല്ലോ. അതിൽ മേലത്തെ ലൈൻ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. താഴെ ലൈന് കാണുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഹൈറ്റ് കൂടുതലായതുകൊണ്ടാകാം അത് താഴെ പോയിരിക്കുകയാണ്. അതേപോലെ മേലത്തെ ഭാഗത്തും തന്നെ, അതായത് സ്ക്രീനിൻ്റെ ടോപ്പിൽ കുറച്ച് തലയൊക്കെ കാണാത്ത പോലെയൊക്കെ പലപ്പോഴും ആ ഒരു സൂമായിട്ട് സ്ക്രീന് വരുന്ന സമയത്തൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ആകാം ഇങ്ങനെയെന്ന് ഞാൻ കരുതുന്നു. എന്താണെന്നറിയില്ല. എന്തായാലും താഴെ മലയാളത്തിൽ എഴുതി വരുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയൊരു മിസ്റ്റേക്കായി. അത് ഇവരൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ആ സ്ക്രീനൊന്ന് ചുരുക്കി കറക്റ്റാക്കിയിരുന്നെങ്കിൽ അത് നമുക്ക് ആ താഴെ വരുന്നതും വായിക്കാൻ പറ്റുമായിരുന്നു. അതൊരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ അതേപോലെ ബറോസ് എന്ന ഭൂതത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ വരുന്ന സമയത്തൊക്കെ
കുറേ ലാഗ് വരുന്നുണ്ട്. അതായത് അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വളരെ സ്ലോവിലാണ് അവർ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ലാലേട്ടൻ ആ ബറോസ് എന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു സംഭവം തന്നെ കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് പതുക്കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. അതൊന്ന് ചുരുക്കാമായിരുന്നു. അത് ചുരുക്കിയിരുന്നെങ്കിൽ ഒന്ന് സ്പീഡാക്കാമായിരുന്നു. ഓരോ രംഗങ്ങളും സ്പീഡാക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ലാഗ് അനുഭവപ്പെടില്ല. അപ്പോൾ ആ ഒരു കുറവ് എനിക്ക് ശരിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്ന് മാർക്കോ സിനിമ അതേപോലെ റൈഫിൾ ക്ലബ്ബ് സിനിമയൊക്കെ വന്നു, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഈ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ് ഇതിന് കിട്ടുമോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം അതിൻ്റെ ത്രില്ലിങ് വേറെയാണ്. കാരണം അത് ആക്ഷൻ മൂവിയാണ്, അതുപോലെ വയലൻസ് ഉള്ള സിനിമയാണ് മാർക്കോ. റൈഫിൾ ക്ലബ്ബും അതേപോലെ ആക്ഷൻ മൂവി ത്രില്ലിങ് ഉള്ള മൂവിയാണ്. അതുപോലത്തെ ഒരു ത്രില്ലിങ് അല്ല ഈ സിനിമയിൽ. നമ്മൾ കഥപുസ്തകം വായിക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ മായാവിയുടെ കഥ അല്ലെങ്കിൽ ഡിങ്കൻ്റെ കഥ, സിൻഡ്രല്ലയുടെ കഥ, ഇങ്ങനത്തെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്താണോ അനുഭവം ആ രീതിയിലാണ് ഈ സിനിമയുള്ളത്. അതുകൊണ്ട് വലിയ ത്രില്ലിങ് ഇതിൽ വരുന്നില്ല. നമ്മൾ കഥ വായിക്കുന്ന പോലെ ഒരു ക്ലൈമാക്സിൽ എത്തുന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ ഒരു കഥ മലയാളത്തിൽ എടുക്കാൻ, അതും ലാലേട്ടനെ പോലെയുള്ള ഒരു വലിയ താരം ശ്രമിച്ചത് വലിയൊരു അഭിനന്ദനാർഹമായ വിഷയമാണ്. അതേപോലെ കുടു എന്നൊരു ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ചാക്കിൽ തുന്നിക്കെട്ടിയ പോലത്തെ ഒരു രൂപമൊക്കെയാണ് കാണിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ. പക്ഷേ അത് സിനിമയിൽ ഉടനീളം ആ ക്യാരക്ടർ ഉണ്ട്. അത് ആ ആനിമേഷൻ കുഴപ്പമില്ലെങ്കിലും ഇങ്ങനെ ചാക്കിലൊക്കെ തുന്നിക്കെട്ടിയ രീതിയിൽ അതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതൊന്നുകൂടി ഒരു വ്യത്യാസത്തിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ഇത്തരം സംഭവങ്ങൾ ആനിമേഷനായിട്ടും ഗെയിമുകളിലൂടെയൊക്കെ ഫോണുകളിലൂടെയൊക്കെ സ്ഥിരം കാണുന്നതാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇത്തരം സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവർക്കൊക്കെ ഇതൊരു പുതുമയായിട്ട് തോന്നുമോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ വേണം, കുട്ടികൾ വേണം അതിൻ്റെ അഭിപ്രായം പറയാൻ. എന്തായാലും ഫാമിലി ആയിട്ട് പോയി കാണാൻ ഉള്ള യാതൊരു കുഴപ്പവും ഈ സിനിമയ്ക്കില്ല. ഫാമിലി ആയിട്ട് കാണേണ്ട മൂവിയാണ്. പക്ഷേ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായപൂർത്തിയായവരൊക്കെ സ്വയം കുട്ടികളായി മാറിയാലേ ഈ സിനിമ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. എന്തായാലും ബറോസ് ഒരു കഥപുസ്തകത്തിലെ ഒരു കഥ വായിക്കുന്ന രീതിയിൽ 3D അനുഭവങ്ങളിലൂടെയും അതേപോലെ വിഷ്വൽ എഫക്ട്സുകളിലൂടെയൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കാം.